ഞാനീ കാണിക്കുന്ന ക്യാമറയെന്ന് കണ്ടോളൂ കേട്ടോ. ഹോളിവുഡ് സിനിമകൾക്ക് പോലും ഉപയോഗിക്കാറുള്ള റെഡ്, ഇതിൻ്റെ ഒരു ബോക്സ് പീസിന് ഒരു 50,000, നാട്ടിൽ 10-11 ലക്ഷം രൂപയെങ്കിലും വില വരും. ഇത് 50,000 ആണെങ്കിൽ അതുക്കും മേലെ ഏതാണ്ട് ഒരു 1.5 ലക്ഷം ദിർഹം വിലയുള്ള ക്യാമറ അതുപോലെ അടിച്ചു പോയിട്ടുള്ളൊരു സംഭവം നമ്മളുടെ സർക്കിളിൽ നടന്നിരുന്നു. അത് കുറച്ച് മുമ്പാണ്. ഇപ്പോൾ അത് വീണ്ടും നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്നറിയോ? ഖത്തറിലുള്ള 3 ഫോട്ടോഗ്രാഫേഴ്സ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു. ഞങ്ങൾക്കൊരു വർക്ക് ഉണ്ട്, വരാവോ, ഞങ്ങൾ വിസയും ടിക്കറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ ലെൻസും മൈക്കും ബാക്കി ഫുൾ എക്യുപ്മെൻസുമായിട്ട് ബഹറിലേക്ക് എത്തുന്നു. ബഹറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവരുടെ മുഴുവൻ എക്യുപ്മെൻറ്റ് നഷ്ടമായിട്ടുള്ളൊരു കാര്യം ഒരു പക്ഷേ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലത്തെ മൂന്നാമത്തെ ഒരു ഇൻസിഡൻറ്റ് അസർബൈജാനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. തലനാരിഴയ്ക്ക് അതിൻ്റെ രക്ഷപ്പെട്ടതിൻ്റെ കഥ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുസ്തഫയുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അസർബൈജാനിലൊരു ഷൂട്ട് വന്നു. നാളെ തന്നെ കയറാൻ പറ്റും, ടിക്കറ്റ് ഇപ്പോൾ എടുത്തരാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എനിക്ക് ഓൾറെഡി അവിടെ ഗൈഡ് ഉണ്ട്, ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തോളാം, നിങ്ങൾ പേയ്മെൻറ്റ് തന്നാൽ മതി, അഡ്വാൻസ് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഹോട്ടൽ ബുക്കിംഗ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇതന്നെയല്ലേ ഈ ഖത്തർ ബഹറിൻ ഇഷ്യൂലും സംഭവിച്ചത്? ഇതേ എക്സാക്ട് സെയിം പാറ്റേൺ സംഭവിച്ചു. അതെന്താ സംഭവിച്ചത്? ഖത്തറിൽ എങ്ങനെ സംഭവിച്ചത്? ഖത്തറിൽ സംഭവിച്ചു ഇതുപോലെ തന്നെ പ്രൊമോഷൻ ഷൂട്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ 1, 2, 3 പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ എക്യുപ്മെന്റും ചെല്ലുന്നു, വിസ കൊടുത്തു, ടിക്കറ്റ് കൊടുത്തു, ഹോട്ടലിൽ ബുക്ക് കൊടുത്തു, ഹോട്ടലിൽ സാധനം വെക്കുന്നു. മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. അവർ വരാൻ പറഞ്ഞു, ലൊക്കേഷനോട്ട് വിളിച്ചു. അവരവിടെ പോകുന്നു, പക്ഷേ മീറ്റിന് ആളവിടെ എത്തുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ അറിഞ്ഞത് ന്യൂസ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്കൊരു ഷൂട്ടുണ്ട്, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകരുതെന്നോ? ഖത്തർ, ദുബായിൽ നിന്നൊക്കെ എത്ര പേര് ഇപ്പോൾ ഖത്തറിലേക്കും ബഹറിലേക്കൊക്കെ? അല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ട് വരുമ്പോൾ ഒന്നാമത് ലാസ്റ്റ് മിനിറ്റ് ഷൂട്ടിനെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. കാരണം എന്തിനും പ്ലാൻ ഇല്ലേ, ഒരു എന്ത് ഷൂട്ടാണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് വരെ നമുക്ക് ഇപ്പോൾ ഇവന്റ് ആണെങ്കിൽ പോലും അത് നേരത്തെ പ്ലാൻഡ് അല്ലേ. പിന്നെ എങ്ങനെ ഈ ഷൂട്ടിന് ഒരാൾ വിളിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് ആവും? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ട് അവർക്ക് ലാസ്റ്റ് മിനിറ്റ്? ഓക്കെ, ബഹ്റൈനിൽ ക്യാമറമാൻ ഇല്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് ഖത്തറിൽ നിന്ന് വിളിച്ചു വരുന്നു? ഒരു അസർബൈജാൻ ഇല്ലാഞ്ഞിട്ടാണോ? ഓക്കെ, ഇനി മേ ബി ലാംഗ്വേജ് ഇഷ്യൂസ്, അവിടെ നടക്കുന്ന ഒരു അറബിക് കണ്ടന്റ് ആണ്, ഇവിടെ നിന്ന് അറബിക് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, സംഭവിക്കാം. ഇനി അഥവാ പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും എല്ലാവരും ലീവ് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഒന്നിലധികം ആൾക്കാരെ വെക്കാൻ നോക്കുക. ജോർജിയ നടന്നിട്ടുണ്ട്, അസർബൈജാൻ നടന്നിട്ടുണ്ട്, ഇപ്പോൾ ബഹ്റൈൻ വരെ എത്തിയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുക, അവർ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യുക, അവർ തന്നെ വിസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംശയിക്കുക, എല്ലാ കരുതലും എടുക്കുക. ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ ക്യാമറ നമ്മളെ കൺവെർട്ടർ നിന്ന് മാറ്റി വെക്കരുത്.